വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ്. ഇത് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കണ്ടോ, കുറച്ച് റോസയുടെ വേറെ കുറച്ച് കമ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഞാനിതൊന്ന് പരിചയപ്പെടുത്തേക്കാം. ഇത് നമ്മുടെ താമര റോസിൻ്റെ ഡാർക്ക് പിങ്കാണ് കേട്ടോ, ബേബി പിങ്കാണേ. അപ്പം ഇതാണ് ഒന്നാമത്തായിട്ടുള്ളത്. നമ്മൾ ഇത് അയക്കുന്നത് എന്ന് പറയുന്നത് DTDC വഴിയാണ് അയക്കുന്നത്. റോസിൻ്റെ കമ്പുകൾ മാത്രം ആയതുകൊണ്ട് നിങ്ങൾ ഏത് സർവീസ് പറഞ്ഞാലും അയക്കും. എന്നാലും സ്പീഡ് ആൻഡ് സേഫ് DTDC സ്പീഡ് പോസ്റ്റ്. എന്തായാലും ഇത് അയക്കുമ്പോൾ ഈ സ്റ്റെപ്പൊന്നും നശിച്ചു പോകുന്നില്ല. അങ്ങനെ കുറച്ച് ചകിരിച്ചോറും മണ്ണും വെച്ചാണ് അയക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു കട്ടിങ്ങിന് എന്ന് പറയുമ്പോൾ 20 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. കൊറിയർ ചാർജ് ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ 10 കളറ് ടോട്ടലുണ്ട് കേട്ടോ. 10 കളറുണ്ട്. നമ്മൾ 10 കളറാകുമ്പം ഒരു കളറിൻ്റെ 2 കട്ടിങ് വെച്ചാണ് കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ, ഒരു കട്ടിങ്ങിൻ്റെ. പിന്നെ ഓരോന്നായിട്ട് വേണമെങ്കിലും തരാം. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ റെഡാണ്. ഇത് നോക്കിക്കേ, നല്ല ചെറിയതായിട്ടുള്ള റെഡ്. ഇത് നാടൻ റോസാണ്. ഇത് കണ്ടോ, നാടൻ റോസ്, പനീർ റോസാണ്. റെഡിൻ്റെ പനീർ റോസ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ. ഇതിൻ്റെ പൂ വരുന്നത് എങ്ങനെയാണ്? ഞാൻ ഒത്തിരി കൂടുതൽ വളങ്ങളൊന്നും ചെയ്യാറില്ല, പക്ഷേ എങ്കിലും കൊടുക്കുന്നുണ്ട്. DAP കൊടുക്കും. അടുത്തത് എന്ന് പറയുന്ന ആ റെഡിൻ്റെ തന്നെ പിങ്കാണ്. ആ റെഡിൻ്റെ തന്നെ അതേ ടൈപ്പിലുള്ളത് പിങ്ക്. ഒന്നിനോട് സാമ്യം ചെയ്തതെന്നേ ഉള്ളൂ കേട്ടോ, പിങ്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഇതിനെന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് മരുന്നടിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അല്ലാതെ വേറെ നമ്മൾ എക്സ്ട്രാ വളങ്ങളൊന്നും വാരിക്കോരിയൊന്നും കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ റോസിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് തന്നെ ഈ റോസ് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടൺ റോസാണ് ഈ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നല്ല കൊലയായിട്ട് പൂത്തോളും. ബട്ടൺ റോസിൻ്റെ കമ്പുകളും ഇപ്പം ധാരാളമായിട്ടുണ്ട്. ഇത് നല്ല ബുഷിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ നമ്മൾ ചെറിയൊരു സപ്പോർട്ട് കൊടുത്ത് ഇതിനെ നിർത്തുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്പുകളും ഇഷ്ടംപോലെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത് കൊലയായിട്ട് അങ്ങനെ വന്നോളും കേട്ടോ. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് റെഡിൻ്റെ നാടനാണ്. അതിന് ഒത്തിരി പെറ്റൽസ് വരുന്നില്ല, എങ്കിലും ഇത് കണ്ടോ, നന്നായിട്ടിരിക്കുന്നില്ലേ. അടുത്തത് എന്ന് പറയുന്നത് ബോണിക്ക പ്ലാന്റ്സ് ആണ്. കണ്ടോ, ബോണിക്ക പ്ലാന്റ്സിൻ്റെ ഇതൊക്കെ നിങ്ങളോട് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആദ്യം മുതലേ കണ്ടാൽ മതി. നല്ല കൊലയായിട്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇത് വേണ്ടവർ എന്നെ സാധാ കോളിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിലും മെസ്സേജ് ഇട്ടാലും മതിയാകും. പിന്നെ എന്ന് പറയുന്നത് അടുത്തത് എന്ന് പറയുന്നത് പിങ്കാണ്. കണ്ടോ, പിങ്ക്. അതിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കോ. കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് തന്നെ. ഇത് 2 മുട്ട് കണ്ടോ. ഞാൻ എടുത്തപ്പോൾ ഇത് കണ്ടതാണ്. ഒരിടത്തേൽ 2 ഒന്നിച്ചുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ തന്നെയായിട്ടൊരു വീഡിയോ എടുത്തിടാം കേട്ടോ. പിന്നെ ഇതിന് ഒത്തിരി ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് ഇതിൻ്റെ കട്ട് ചെയ്യാനായിട്ട്. അപ്പം എല്ലാവരും പോകുന്നു. എങ്ങനെയാണ് 9496226601. എങ്ങനെ 9496226601. പിന്നെ അടുത്തത് നമ്മുടെ മഞ്ഞ. ഇതുണ്ടോ, നല്ല മഞ്ഞയാണിത്. ഇതിൻ്റെ എന്ന് പറയുന്നത് അങ്ങനെ ഈ പ്ലാന്റൊന്നും അങ്ങനെ ഒത്തിരി നശിച്ചു പോകുന്നില്ല, നല്ല തിക്കായിട്ടിരിക്കുവേ. ഉണ്ടോ, ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നത്. നല്ല തിക്കാണ് സംഭവം, അടിപൊളിയല്ലേ. അപ്പോൾ ഇത് മൊത്തം ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണുവാണെങ്കിൽ പിന്നെ എന്നോട് ഒത്തിരി എടുത്തെടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. ഇത് കണ്ടിട്ട് ഇതിൻ്റെ കട്ടിങ് മേടിച്ചാൽ മാത്രം മതി. ഇത് മാജിക് റോസ് ആണ് കേട്ടോ. ഇതിന് ഒത്തിരി ദിവസമൊന്നും പൂത്തൊന്നും നിൽക്കത്തില്ല. അത് ഒരു 1.5 ആഴ്ച കൂടുതൽ മൊട്ട് വന്ന് വിരിയാൻ തുടങ്ങി. ഒരു 1.5 ആഴ്ച കൂടുതലൊന്നും ഇത് നിൽക്കത്തില്ല കേട്ടോ. ഇതിൻ്റെ കണ്ടോ, ഇത് വേറെ എണ്ണമാണ്. അത് ഓറഞ്ച് പോലെ വരും, എന്നിട്ട് ഇങ്ങനെ ആകുന്നത്. പിന്നെ ഇത് ബട്ടൺ റോസാണ്. ഇത് കണ്ടോ, ഇത് കൊലയായിട്ടിരിക്കും.
ആദ്യമേ വിരിയുമ്പോഴേ നല്ല വൈറ്റായിട്ട് വരും. പിന്നെ നല്ല പിങ്ക്, ബേബി പിങ്ക്, ഇതുണ്ടോ നിറച്ചെന്തോരെയാന്ന് നോക്കിക്കേ കമ്പ് നിൽക്കുന്നത്.